നമസ്കാരം. IPL 2026 ആവേശ പോരാട്ടങ്ങൾക്കിടയിലും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കുന്ന പുതിയൊരു വിവാദം തിരികൊളുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് മുൻ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ ആണ് എന്ന് പറയാം. ഇതിന് കാരണമായി മാറുന്നത് ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ടീം പ്രഖ്യാപനത്തിലെ പക്ഷപാതങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇങ്ങനെ സംസാരിച്ചതിന് പിന്നാലെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഇന്ത്യൻ ഏകദിന ടീമിൽ, അതായത് ODI ടീമിൽ നിന്ന് തടഞ്ഞതിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി തന്നെയാണ് ഗവാസ്കർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലിന് പരിശീലനത്തിന് ഗൗതം ഗംഭീറും സഞ്ജുവിനോട് അസൂയയാണെന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഗവാസ്കർ സ്ഫോടകാത്മകമായി പ്രസ്താവനയിൽ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറുന്നത്. സഞ്ജു സാംസണെ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കിയ സിലക്ടർമാരുടെ തീരുമാനത്തെ പൂർണ്ണമായും തെറ്റായ നീക്കമായിട്ടാണ് ഗവാസ്കർ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം തന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാം. ഏകദിന ടീം എടുത്ത് നോക്കിയാൽ സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ വാചകം. നമ്മുടെ അടുത്ത ഏകദിന ലോകകപ്പ് നടക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് എന്നത് സിലക്ടർമാർ മറക്കരുത്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ സഞ്ജു ഇതിനകം തന്നെ 3 തകർപ്പൻ സെഞ്ചുറികൾ നേടിയിട്ടുള്ളതാണ്. കാര്യവും നമുക്കതെല്ലാം നന്നായി അറിയാം. അങ്ങനെയുള്ള കളിക്കാരനെയാണ് വരാനിരിക്കുന്ന പരമ്പരയിൽ നിന്നും നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് ഗില്ലിനും ഗംഭീറിനും സഞ്ജുവിനെ പേടിയാണെന്നും പറയുന്നു. തുടർന്നടിച്ച് ഗവാസ്കർ ടീം സെലക്ഷൻ കമ്മിറ്റി വ്യക്തിപരമായ താല്പര്യങ്ങളും അസൂയയും ഉണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഗവാസ്കർ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സിലക്ടർമാർ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ടീം മാനേജ്മെന്റിനുള്ളിൽ തന്നെ ശുഭ്മൻ ഗില്ലിനെ പോലെയോ ഗൗതം ഗംഭീറിനെ പോലെയോ ഉള്ള ആർക്കെങ്കിലും സഞ്ജുവിന്റെ വിജയങ്ങളോട് കടുത്ത അസൂയ ഉണ്ടാകാം. വരാനിരിക്കുന്ന വർഷങ്ങളിൽ സഞ്ജു സാംസൺ തങ്ങളെക്കാൾ വളരുമെന്ന തങ്ങളുടെ തിളക്കം കെടുമെന്നും അവർ ഭയന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് മനഃപൂർവ്വം ഒതുക്കാൻ നോക്കുന്നതാണ് അദ്ദേഹത്തെ എന്നാണ് ഗവാസ്കർ പിന്നീട് കൂട്ടിച്ചേർക്കുന്ന കാര്യം. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം തുറന്നു സമ്മതിക്കാനും തുറന്നു പറയാനും ഒക്കെ കാണിക്കുന്നത് വളരെയധികം തന്നെ പ്രത്യേകമായ ഒരു കാര്യമാണ്. ആരാധകരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ BCCI എയറിലാക്കിയിരിക്കുകയാണ്. IPL ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജുവിനെ വീണ്ടും വൈറ്റ് ബോളിൽ നിന്ന് മാറ്റി നിർത്തി ആരാധകരെയും കടുത്ത നിരാശയിലാഴ്ത്തി. സഞ്ജുവിന്റെ ദക്ഷിണാഫ്രിക്കയിലെ മികച്ച റെക്കോർഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും BCCIക്കും ടീം മാനേജ്മെന്റിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോഴും സഞ്ജുവിനോട് കാണിക്കുന്ന ഈ വിവേചനം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ആരാധകരുടെ പക്ഷം. സുനിൽ ഗവാസ്കറെ പോലൊരു മുതിർന്ന ഇതിഹാസ താരം തന്നെ ക്യാപ്റ്റനും കോച്ചിനുമെതിരെ നേരിട്ട് രംഗത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ ഈ വിവാദം ഇന്ത്യൻ ക്രിക്കറ്റിൽ കൂടുതൽ പുകയാൻ തന്നെയാണ് സാധ്യത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പേരുകളിലൊന്ന് മലയാളി സൂപ്പർ താരം സഞ്ജുവിൻ്റെതാണ്. കാരണം T20യിലും ഇപ്പോൾ IPLലും എല്ലാം കസറുന്ന അദ്ദേഹം തീർച്ചയായും ഒരു മടങ്ങിവരവ് അർഹിച്ചിരുന്നു. 2023 ശേഷം ഏകദിനത്തിൽ കളിച്ചിട്ടില്ലാത്ത സഞ്ജു ബാക്കപ്പ് കീപ്പറായി ഇത്തവണ ടീമിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ട ആരാധകരെ നിരാശപ്പെടുത്തിയാണ് സെലക്ഷൻ കമ്മിറ്റി 15 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് പകരം ഇഷാൻ കിഷനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടപ്പോൾ ഫസ്റ്റ് ചോയ്സ് കീപ്പർ KL രാഹുൽ തന്നെയാണെന്ന് ഉറപ്പിച്ചതിൽ തന്നെ കൂടുതൽ അമർഷമുണ്ട്.